ഇന്നിപ്പോൾ ചില കൺട്രീസിൽ ഇന്നാണ്, ചിലവർക്ക് ഇൻഷാ അള്ളാ നാളെ ആയിരിക്കും. നാളെ മുതൽ സ്റ്റാർട്ടാവും. എന്താണെങ്കിലും നമ്മൾ ഐഷ എനിക്ക് മോളെ നോക്കണ്ട കുറച്ച് ക്ലാസ് എടുക്കാൻ പോകും. മ്യൂട്ടാക്കണേ എല്ലാവരും. മ്യൂട്ടാക്കണേ, ജോയിനുള്ള ക്ലാസ്സിൽ മ്യൂട്ടാക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പലരും റമദാനിലേക്ക് കയറി നിൽക്കുന്നവരുണ്ട്, നാളെയായിട്ട് കയറാൻ നിൽക്കുന്നവരുണ്ട്. ഇൻഷാ അള്ളാ എന്തായാലും നമ്മുടെ ഈ ഒരു പടിവാതിൽ വരെ അള്ളാഹു നമ്മളെ എത്തിച്ചതിൽ അൽഹംദുലില്ലാ. നമ്മളെല്ലാവരും കഴിഞ്ഞ റമദാനിൽ നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു. ഈ റമദാനിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫിക്സ്ഡ് ചില കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കണം, അല്ലെങ്കിൽ നമുക്ക് കുറേ പ്ലാൻസ് ഉണ്ടാകും. പക്ഷേ അതിലാരൊക്കെയാണ് ഈ റമദാനിലേക്ക് എത്തിയിരിക്കുന്നത്? പലവരും കഴിഞ്ഞ റമദാനിലുള്ളവർ നമ്മുടെ ഒപ്പം ഈ റമദാനിലില്ല. അതുകൊണ്ട് നമുക്ക് ആർക്കും അറിയില്ല ഈ റമദാൻ നമ്മുടെ ലാസ്റ്റ് റമദാനാണോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. സൂറ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എങ്ങനെ? മുമ്പിലുള്ളവർക്ക്, നിങ്ങളിൽ മുമ്പിലുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ. അപ്പോൾ ഏതൊരു ജനറേഷനും അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് നോമ്പ്. അപ്പോൾ നമ്മുടെ ഈ ജനറേഷനിൽ നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്ന നോമ്പിലൂടെ നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മെസ്സേജുകളുണ്ട്. നമ്മുടെ റമദാൻ കൊണ്ട് അള്ളാഹു എന്തിനാണ് നമുക്ക് റമദാൻ തന്നത്? എന്താണ് അള്ളാഹു നോക്കുന്നത്? നമ്മൾ സമൂഹത്തിന് എന്താണ് ഇതുകൊണ്ട് കാണിച്ചു കൊടുക്കേണ്ടത്? അതുപോലെ തന്നെ നമ്മൾ റമദാനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാ മാസത്തെയും പോലെയും അല്ല. എന്താണ് ഇപ്പോൾ സ്പെഷ്യലായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നോമ്പ് എന്നുള്ളതിൽ മാത്രമാണോ? അതിലെന്താണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടത്? അതിനെക്കൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന ഉപയോഗങ്ങൾ എന്താണ്? നമുക്ക് എങ്ങനെ നമ്മുടെ ഈ 30 ദിവസം, നമ്മുടെ ഈ റമദാൻ നമുക്ക് എങ്ങനെ ശ്രേഷ്ഠമായ രീതിയിൽ, അള്ളാഹുവിന് സ്വീകാര്യപ്രദമായ രീതിയിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഇതെല്ലാം നമ്മുടെ ആ ഒരു മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻഷാ അള്ളാഹ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഉസ്താദ് നമുക്ക് വിശദീകരിച്ച് നമുക്ക് സ്പീച്ചിൽ പറയുന്നതായിരിക്കും. അതിനുവേണ്ടി ബഹുമാനപൂർവ്വം നൗഷാദ് കോയ തങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റെക്കോർഡ് ക്ലാസ് റെക്കോർഡ് ഓൺ ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി, മെൻഷൻ ചെയ്തിട്ടുണ്ടായി. ആ റെക്കോർഡുണ്ട്. ഓക്കെ, സ്ക്രീൻ വന്നിട്ടുണ്ടോ? കാണാം കാണാം. കാണാം കാണാം കാണാം. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സദഖല്ലാഹുൽ അസീം. ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. പരിശുദ്ധ റമദാനിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, ഒമാൻ ഒഴിച്ച് ബാക്കി ഉള്ളിടത്തെല്ലാം ഇന്ന് റമദാൻ ഒന്നാണ്. ഇന്ത്യ പോലുള്ള നമ്മളെ കേരളത്തിലുമൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ ആയിരിക്കും. അള്ളാഹു നമുക്ക് റമദാനിലെ എല്ലാ സൽക്കർമ്മങ്ങളും നല്ല രൂപത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നേരത്തെ അവതാരക പറഞ്ഞതുപോലെ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്
നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിർബന്ധമാക്കിയിരിക്കുന്നു. ഇതിനു മുമ്പുണ്ടായിരുന്ന സമുദായങ്ങൾക്കെല്ലാം നോമ്പ് നിർബന്ധമാക്കിയതുപോലെ എന്ന് പറയുന്ന 183 ആയത്തിന് ശേഷം 185 ആയത്തിലായിട്ട് പറയുന്നതാണ് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതായത് റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആന് ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ. എന്നിട്ട് ഖുർആനിനെ കുറിച്ച് പറയുകയാണ്. അതായത് റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നത് എന്തിനാണ് ആ ഖുർആൻ ഇറക്കിയത് എന്ന അർത്ഥത്തിലാണ് തൊട്ടടുത്ത് പറയുന്നത്. എന്താണ്? ഹുദല്ലിന്നാസ്, മനുഷ്യർക്ക് ഹുദ, മാർഗദർശനമായിക്കൊണ്ടാണ്. അപ്പോൾ ഖുർആൻ എന്തിനാണ്? മനുഷ്യന് മാർഗദർശനമായിക്കൊണ്ടാണ്. മാത്രമല്ല, അപ്പോൾ വബയ്യിനാത്തിൻ മിനൽ ഹുദ, അതായത് മാർഗദർശനമായ എല്ലാ സംഗതികളും വബയ്യിനാത്ത്, അതിൽ വിവരിക്കുന്നുണ്ട്. വൽ ഫുർഖാൻ, അതിനോടൊപ്പം എന്തുവാണ്? സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് കാണിക്കുന്നതാണ്. അതായത് ഖുർആൻ എന്ന് പറയുന്നത് ഹുദയാണ്. അതിനകത്ത് മാർഗദർശനം എന്തൊക്കെയാണെന്ന് വ്യക്തമായും ബയ്യിന, അതായത് വിശദീകരിക്കുന്നുണ്ട്. അതിനോടൊപ്പം വൽ ഫുർഖാൻ, അത് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഹുദ? ഹുദല്ലിന്നാസ്, വിശുദ്ധ ഖുർആൻ തന്നെ 17-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു ഈ എന്താണ് ഹുദ എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് 17-ാമത്തെ അധ്യായം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഈ ഖുർആൻ ഏറ്റവും ശരിയായ മാർഗം കാണിച്ചു തരും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശരിയായ മാർഗം കാണിച്ചു തരുന്നത് വിശുദ്ധ ഖുർആനാണ്. അങ്ങനെ ആ ശരിയായ മാർഗത്തെ അംഗീകരിച്ചുകൊണ്ട് വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ, അതായത് അതിനെ അംഗീകരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്തയും അറിയിക്കുന്നതാണ് ഈ ഖുർആൻ. അപ്പം മനുഷ്യന് മാർഗദർശനമായി കൊണ്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. മനുഷ്യൻ്റെ മാർഗദർശനം. മനുഷ്യനല്ലാത്ത ബാക്കിയുള്ള ജീവജാലങ്ങൾക്കെല്ലാം മാർഗദർശനമുണ്ടോ? അതായത് നമ്മളോടൊപ്പം ജീവിക്കുന്ന ഇതര ജീവജാലങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, ഇൻസെക്ട്സുകളുണ്ട്, അല്ലേ, മരങ്ങളുണ്ട്. അവർ ജീവജാലങ്ങളാണ്. ഏതാ? സസ്യങ്ങൾ ജീവജാലങ്ങളാണ്. അപ്പോൾ ഇവർക്കൊക്കെ മാർഗദർശനമുണ്ടോ? അവർക്കും മാർഗദർശനമുണ്ട്. അവർക്ക് മാർഗദർശനം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ മുറ്റത്ത് ഒരു തക്കാളി ചെടി നിൽക്കുന്നു, അതേപോലെ തന്നെ തൊട്ടടുത്തൊരു മുളകിൻ്റെ ചെടി നിൽക്കുന്നു. തക്കാളി ചെടിയിൽ തക്കാളി പോലത്തെ ഒരു ഫ്രൂട്ടും അതിൻ്റെ വ്യത്യസ്ത രസങ്ങളോട് കൂടിയതും, മുളക് മരത്തിൽ തികച്ചും വ്യത്യസ്തമായ എരിവോടുകൂടി മുളകിൻ്റെ ആകൃതിയോടുകൂടി ഈ രണ്ട് ചെടികളും ഒരേ വെള്ളവും ഒരേ സൂര്യപ്രകാശവും മണ്ണിൽ നിന്ന് ഒരേ മിനറൽസുകളുമൊക്കെയാണ് വലിച്ചെടുക്കുന്നത്. പക്ഷേ അവർ വ്യത്യസ്ത തരം ഫലവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ചെടികൾ അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ മാർഗദർശനം എന്താണ്? അത് അവരുടെ കോശങ്ങളിലെ DNA-കളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മുളക് ചെടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു തക്കാളി ചെടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു തെങ്ങ്, ഒരു ഈന്തപ്പഴം, ഒരു പ്ലാവ്, അങ്ങനെ സമസ്ത സസ്യവർഗങ്ങൾക്കും അള്ളാഹു എന്തിനു വേണ്ടി അവരെ സൃഷ്ടിച്ചുവോ ആ സൃഷ്ടിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ട മാർഗദർശനം അവയുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഇന്ന് ശാസ്ത്രം പറഞ്ഞു തരിക.
അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല. മനുഷ്യൻ അള്ളാഹു ഗ്രന്ഥരൂപേണ പ്രവാചകന്മാർ വഴി മാർഗദർശനം കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഹുദൽ ലിന്നാസ്, എന്തിനാണ് പ്രവാചകന്മാർ വഴി അങ്ങനെ മാർഗദർശനം നൽകുന്നത്? മനുഷ്യന് അള്ളാഹു സൃഷ്ടിച്ചത് ആ ലക്ഷ്യത്തോടു കൂടിയാണ്. ഇതര ജീവജാലങ്ങളെ സൃഷ്ടിച്ച ലക്ഷ്യത്തോടു കൂടി അല്ല അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചത് എന്താണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അതാണ് തന്നെ സൂറത്തുൽ ഇൻസാനിൽ പറയുന്നത്, നുതുഫ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുതുഫത്തിൻ അംഷാജിൻ. നാം സൈഗോട്ടിൽ നിന്നും, അതായത് കൂടിച്ചേർന്ന ബീജത്തിൽ നിന്നും നാം മനുഷ്യനെ സൃഷ്ടിച്ചു അവനെ പരീക്ഷിക്കുവാനായിട്ട്. അപ്പം പരീക്ഷണം എന്ന എന്താണ് പരീക്ഷിക്കപ്പെടുന്നത്? ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ സൽക്കർമ്മം ചെയ്യുന്നത്? അല്ലെങ്കിൽ ഖലഖൽ മൗത എന്ന് പറഞ്ഞാൽ ജീവിതവും മരണവും സൃഷ്ടിച്ചു. നിങ്ങളിൽ നിന്ന് ആരാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ. അപ്പോൾ അതാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ശരീര കോശങ്ങളിൽ അള്ളാഹു നൽകുന്ന ഈ ഹിദായത്ത് ജനിതക കോഡുകൾ വഴി തന്നാൽ പിന്നെ ഒരു മനുഷ്യനും തെറ്റ് ചെയ്യത്തില്ല. എല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്യൂ? നന്മയും ചെയ്യൂ. കാര്യം എന്താ? ഓരോ ചെടികൾക്കും ഓരോ മൃഗങ്ങൾക്കും എന്ത് ചെയ്യണമെന്ന് അള്ളാഹു കൽപ്പിച്ചുവോ അതിന് വിരുദ്ധമായി അവയൊന്നും ചെയ്യാത്തതുപോലെ അള്ളാഹു നമ്മുടെ ജനിതക കോഡുകളിലൂടെയാണ് ഈ ഹുദ, ഈ മാർഗദർശനം നൽകുന്നതെങ്കിൽ നമ്മളെല്ലാവരും അതനുസരിച്ചേ പ്രവർത്തിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നറിയാം, നബി ഈ ദീനിനെ ഉപദേശിക്കുമ്പോൾ ആ ദീൻ മറ്റുള്ളവർ കേൾക്കുന്നില്ല അല്ലെങ്കിൽ അനുസരിക്കുന്നില്ല എന്ന് വരുമ്പോൾ നബി പലപ്പോഴും വിഷമിക്കുകയും പ്രയാസപ്പെട്ടിരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു നബി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഓ പ്രവാചകരെ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇവരെല്ലാം സന്മാർഗത്തിലാക്കുമായിരുന്നു. ആ സന്മാർഗം എന്താണ്? എല്ലാവരുടെയും ജനിതക കോഡുകളിൽ 5 നേരം നിസ്കരിക്കണം, റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കണം, അങ്ങനെ സമ്പൂർണമായും അള്ളാഹുവിനെ അനുസരിക്കണം. ഈ ഹുദ അല്ലെങ്കിൽ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നമ്മുടെ ജനിതക കോഡുകളിൽ വഴി അള്ളാഹു രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഏതുപോലെ പ്രപഞ്ചത്തിലെ മനുഷ്യനിതര സൃഷ്ടിജാലങ്ങളിൽ അവരുടെ ജീവിത വ്യവഹാരങ്ങൾ അവരുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ ഈ ഖുർആനാകുന്ന ഹുദ നമ്മുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരും അള്ളാഹുവിനെ അനുസരിച്ച് തന്നെ ജീവിച്ചേനെ. അപ്പോൾ മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ചത് കൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഹുദൽ ലിന്നാസ് അതെന്താണ്? മിനൽ ഹുദ, അതായത് ആ ഹുദ എങ്ങനെയാണ്? അത് സമസ്ത കാര്യങ്ങളും വിവരിക്കുന്നതാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? പ്രപഞ്ചത്തിലുള്ള സമസ്ത മേഖലകളിലുള്ളതും അള്ളാഹുവിനെ അനുസരിക്കുകയാണ്. അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരു ദീൻ തേടിപ്പോകുകയാണോ ഈ ജനം? അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ളതൊക്കെയും അള്ളാഹുവിൻ്റെ ദീൻ അസ്ലമ അനുസരിച്ചവരാണ്. മനസ്സിലായ? അപ്പോൾ അങ്ങനെ അനുസരിച്ചുകൊണ്ടിരിക്കെ അവരെങ്ങനെ അനുസരിച്ചു? ബോധപൂർവമോ തൗഅൻ വ കർഹൻ വ ഇലൈഹി യുർജഊൻ. അവര് ബോധപൂർവവും അല്ലാതെയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആജ്ഞാനുവർത്തികളാണ്. ആര്? ആകാശഭൂമികളിലുള്ള സമസ്തവും. അപ്പം നിങ്ങൾ മാത്രം അങ്ങനെ ആകാശഭൂമികളിലുള്ളതൊക്കെയും അള്ളാഹുവിന് പരിപൂർണമായും സമ്പൂർണമായും അനുസരിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് എന്നിരിക്കെ നിങ്ങൾ മാത്രം അള്ളാഹുവിൻ്റേതല്ലാത്ത ഒരു ദീൻ തേടിപ്പോകുകയാണോ? അങ്ങനെ അതായത് അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്ന ദീൻ എന്ന് പറഞ്ഞാൽ അത് സമസ്ത കാര്യങ്ങളും ബയ്യിനാത്ത്, അത് വിവരിച്ചിരിക്കുകയാണ്. മിനൽ ഹുദ, മാർഗദർശനം സമ്പൂർണമായും വിവരിച്ചു വന്നതാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? ചില മറ്റു മതസ്ഥർ ചെയ്യുന്നത് പോലെ
ചില റിച്വൽസുകൾ മാത്രമല്ല എന്ത് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചില റിച്വൽസുകൾ മാത്രമല്ല, ചില ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ജീവിതത്തിൻ്റെ ഇതര മേഖലകളിൽ അള്ളാഹുവിൻ്റേതല്ലാത്ത വ്യവസ്ഥകൾ അനുസരിച്ചു പോകാം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നത് അബദ്ധമാണ്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ബയ്യിനാത്തിൻ മിനൽ ഹുദ? നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും മാത്രമല്ല ദീൻ. അതല്ലാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ ജീവിത വ്യവഹാരങ്ങൾ, അതെങ്ങനത്തെ മനസ്സ വാച കർമ്മണ, നമ്മുടെ ജീവിതം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കർമ്മം, നമ്മുടെ വാചകങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ, ഇതെല്ലാം അള്ളാഹു പറഞ്ഞതനുസരിച്ചാകുമ്പോഴാണ്, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ബയ്യിനാത്ത്, ഈ ഹുദ എന്ന് പറഞ്ഞ മാർഗദർശനം എന്താണെന്ന് അള്ളാഹു വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതര ജീവജാലങ്ങളൊക്കെയും ആ വിവരിച്ച് തന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത പ്രകാരം അവർ ജീവിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? നമുക്കും അങ്ങനെ നൽകിയത് പ്രകാരം, ഖുർആനിലൂടെ നൽകിയത് പ്രകാരമാണ് നമ്മൾ അനുവർത്തിക്കപ്പെടേണ്ടത്. ഇനി ഇതെല്ലാം ഖുർആനിൻ്റെ വിശേഷണമായിട്ടാണ് പറയുന്നത്. എന്താണ്? ഇതെല്ലാം ഖുർആനിൻ്റെ വിശേഷണമാണ്. ഹുദല്ലിന്നാസ്, അതായത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ റമദാൻ മാസത്തിലാണ് ഇറങ്ങിയത്. ആ ഖുർആൻ എന്താണ്? ഹുദല്ലിന്നാസ്, മനുഷ്യന് മാർഗദർശനമാണ്. ബയ്യിനാത്തിൻ മിനൽ ഹുദ, ആ മാർഗദർശനം അത് വിവരിച്ചും തരുന്നു. പിന്നീട് എന്താണ്? വൽ ഫുർഖാൻ. വൽ ഫുർഖാൻ എന്താണ്? വൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ, ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതെന്നാണ് ഫുർഖാൻ. സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതാണ് ഫുർഖാൻ. അപ്പം എന്താണ് ഈ സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നത് എന്ന് ഖുർആൻ തന്നെ വിശേഷിപ്പിക്കാനുള്ള കാരണം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ അള്ളാഹു വിളിച്ചതാണ് ഫുർഖാൻ. എന്താ ഫുർഖാൻ? സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുക. എന്താണ് ഈ സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏതൊക്കെ കൂട്ടരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന നബി വന്നപ്പോൾ? പറയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ ഏതൊക്കെ കൂട്ടരാണ് അവിടെ ഉണ്ടായിരുന്നത്? മൂസിന കഥ അടച്ചല്ലോ മോളെ, പറയൂ, ഏതൊക്കെ കൂട്ടരാണ്? നബി വരുമ്പോഴേ, മക്കയിൽ വരുമ്പോൾ മക്കയിൽ ഏതൊക്കെ കൂട്ടരാണ് ഉണ്ടായിരുന്നത്? മക്കയിലുള്ളവരെന്തായിരുന്നു? മദീനയിലുള്ളവരൊക്കെ ഏത് തരം ആൾക്കാരാ? അവിശ്വാസികളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് കപട വിശ്വാസികൾ എന്നുള്ള ഒരു കൂട്ടരും കൂടെ മിക്സായി. അതായത് മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ അത് ഇബ്രാഹിം നബിയുടെ പിന്നെ എന്താണ് ദർശനങ്ങൾ മനസ്സിലാക്കി വന്നവരാണ് മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞത്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അവിടെ ക്രൈസ്തവരുണ്ടായിരുന്നു, അതേപോലെ തന്നെ അവിടെ ജൂതരുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് മതങ്ങൾ ഏതാണ്? പിന്നെ ഈസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന മതത്തിൻ്റെയും മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന മതത്തിൻ്റെയും വക്താക്കൾ ആണ് മദീനയിൽ ഉണ്ടായിരുന്നത്. മക്കയിലുണ്ടായിരുന്നത് ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. ഇവരൊക്കെയും വിശ്വസിച്ചത് എന്താണ്? ക്രിസ്ത്യാനികളാകട്ടെ, ജൂതരാകട്ടെ, മക്ക മുശ്രിക്കുകളാകട്ടെ, അവരൊക്കെയും അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. ഇലാഹ് അല്ല മാത്രമേ ഉള്ളെന്നാണ്. അല്ല അല്ലാത്ത എല്ലാ ഇലാഹിനെയും നിഷേധിക്കുകയാണ്. മക്കയിലുള്ള മുശ്രിക്കുകൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരല്ല. ഓ പ്രവാചകരെ, താങ്കൾ അവരോട് ചോദിക്കൂ, ആകാശത്ത് നിന്ന് മഴ ഇറക്കിത്തരുന്നത് ആര് എന്ന് താങ്കൾ അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു. അപ്പോൾ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പാടെ പേരെന്താ? അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അബദ്,
അപ്പോൾ അള്ളാഹുവിൽ ആര് വിശ്വസിച്ചിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സമുദായം അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നവരാണ്. അതേപോലെ തന്നെ അബ്രഹത്തും സംഘവും കഅബ ആക്രമിക്കാൻ വന്നപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത്? കഅബയെ അതിൻ്റെ നാഥൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ആരാ നാഥൻ? അള്ളാഹു. അപ്പം മക്കയിലുള്ളവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നവരാണ്. ആ അള്ളാഹുവിനെ മാത്രമേ ഇലാഹായി കരുതാൻ പാടുള്ളൂ എന്നതും ആ ഇലാഹാക്കേണ്ട വിധം എങ്ങനെയൊക്കെയാണ് എന്നതും പഠിപ്പിച്ചു തരാനാണ് ഖുർആൻ വരുന്നത്. അപ്പോൾ ഖുർആനിൻ്റേതല്ലാത്ത മക്കയിൽ അന്നുണ്ടായിരുന്ന വ്യവസ്ഥിതികളാണ് ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ. ജഹിൽ എന്ന് പറഞ്ഞാൽ അതാണ്. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. എന്ന് പറഞ്ഞാൽ അവർ ഇബ്രാഹിം നബിയുടെ പേരിലും മൂസാ നബിയുടെ പേരിലും ഈസാ നബിയുടെ പേരിലും, അതായത് ഇഞ്ചീലിൻ്റെയും തൗറാത്തിൻ്റെയും ഒക്കെ പേരിൽ തന്നെ അവർ ജഹിലിയത്ത് ചെയ്തുകൊണ്ടിരുന്നു. എന്താ ജഹിലിയത്ത് എന്ന് പറഞ്ഞാൽ? അതിൽ പറഞ്ഞിട്ടില്ലാത്തത് അവർ ചെയ്തു. ഖുർആൻ തന്നെ പറയുകയാണ്, അതിലെ പുരോഹിതന്മാർ അള്ളാഹു പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അതിൽ പലതും എഴുതി ചേർത്തിരുന്നു എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് തൗറാത്തിലും ഇഞ്ചീലിലും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്തെന്ന് വെച്ചാൽ, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ പേരിൽ തന്നെയാണ് ജീവിച്ചത്. ആ ജീവിച്ചത് അള്ളാഹു പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞതാണ് എന്ന് കരുതി ചെയ്യുന്നു. ആ രൂപത്തിൽ അവരെ നയിച്ചത് അവരുടെ പുരോഹിതന്മാരാണ്. അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടില്ലാത്ത മനുഷ്യനിർമ്മിത വ്യവസ്ഥിതികളാണ് അക്കാലത്തെ ജഹിലിയത്ത്. ജാഹിലെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ എന്താണ്, തിന്മകളായി നമ്മളിന്ന് മനസ്സിലാക്കുന്ന അവരുടെ ജഹിലിയത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം അതനുസരിച്ച് അവർ ചെയ്യും. അപ്പം അത് മുൻവേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു പറഞ്ഞതേത് പറയാത്തതേത് എന്ന് വേർതിരിച്ച് കാണിക്കും. ആരാ? ഖുർആൻ. ആരെയാ? മക്കയിലുണ്ടായിരുന്നവരെ. ആരുടെ? ക്രൈസ്തവരാകട്ടെ, ജൂതരാകട്ടെ, മുശ്രിക്കുകളാകട്ടെ, അവരെല്ലാം തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ദീനിൻ്റെ വ്യവസ്ഥിതികൾ, അല്ലെങ്കിൽ ദീനെന്ന് പറഞ്ഞ് അവർ കൊണ്ടു നടക്കുന്ന അവരുടെ ജീവിത വ്യവഹാരങ്ങളിലെ ജഹിലിയത്തുകൾ ഏത് എന്ന് പ്രത്യേകിച്ച് വേദക്കാരെയും, അതായത് അഹ്ലുൽ കിതാബിൻ്റെ ആൾക്കാരെ, അതിൽ ആ കിതാബിൽ എന്താണ് ഹക്ക് പറഞ്ഞിട്ടുള്ളത്, എന്തു പറഞ്ഞിട്ടില്ല, പിന്നെ എന്താണ് നിങ്ങൾ അള്ളാഹുവിൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് കാണിക്കുന്നതാണ് ഖുർആൻ. അതുകൊണ്ടാണ് ഖുർആനിനെ ഫുർഖാൻ എന്ന് വിളിച്ചത്. മനസ്സിലായ? അതുകൊണ്ടാണ് ഖുർആനിനെ ഫുർഖാൻ എന്ന് വിളിക്കാൻ കാര്യം. അപ്പോൾ നമ്മൾ വിചാരിക്കുക അത് അന്നല്ലേ, ഇന്നുകൊണ്ട് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ഖുർആനിൻ്റെ അഹ്ലുകാരി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കർമ്മങ്ങൾ ദീനീപരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതെല്ലാം പൗരോഹിത്യത്തിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ജഹിലിയത്ത്, അതായത് ആധുനിക ജാഹിലിയത്തിൻ്റെ ഒരു സെഷനാണത്. എന്താണ്? ഈ സമുദായത്തിലുള്ളവർ ഈ ദീനിലുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹ് അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഉൾപ്പെടെയുള്ള ധാരാളം ജഹിലിയത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഏതിലൂടെയാണ്? അത് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഖുർആൻ. അത് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഖുർആനിലൂടെ സഞ്ചരിക്കണം. അപ്പോൾ ഈ സമുദായത്തിന് കെട്ടുപിണഞ്ഞു പോയ ജാഹിലിയത്തുണ്ട്, ഇനിയുണ്ട് ജാഹിലിയത്ത്. എന്താണ്? ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ ഭയങ്കരമായി വിശുദ്ധ ഖുർആനിൻ്റെ തൗഹീദിന് അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളാണ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ അയാൾക്ക് മനസ്സിലായി അയാൾ പരമ്പരാഗതമായി അല്ലാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അതുപോലത്തെ പല സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ ഖുർആനിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? അയാൾക്കത് മനസ്സിലായി. ഏതാണ്? അല്ലാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതെല്ലാം ഷിർക്ക്, ജഹിലിയത്താണ്. അതുകൊണ്ട് അതിൽ നിന്ന് അദ്ദേഹം മാറിയിരുന്നു. പക്ഷെ അപ്പോഴും അയാൾക്ക് ജഹിലിയത്തുണ്ട്. എന്താണെന്നറിയാമോ? സൂറത്തുൻ നാസിൽ അള്ളാഹു പറയുകയാണ്, ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ഇങ്ങനെ അള്ളാഹുവിനോട് അഭയം തേടുന്നത് മിൻ ഷർറിൽ വസ്വാസിൽ നിന്ന് അഭയം തേടുകയാണ്.
ആരാണ് ഈ വസ്വാസം തരുന്നത്? വസ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രം തോന നേരം കഴുകുന്ന വസ്വാസല്ല, കൈ ഇച്ചിരി നേരം തോന കഴുകുന്ന വസ്വാസല്ല. അത് നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജിലുള്ള വസ്വാസാണ്. ഖുർആൻ പറയുന്ന വസ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റേതല്ലാത്ത ദർശനങ്ങളൊക്കെയും വസ്വാസുകളാണ്. അപ്പോൾ ആ വസ്വാസുകൾ ആര് നൽകും? ഇബ്ലീസ് തരും. ആ വസ്വാസുകൾ വസ്വാസുൽ ഖന്നാസ്, ഇബ്ലീസ് കൂടെ കൂടെ വന്ന് നൽകിക്കൊണ്ടിരിക്കും. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്ന് വർഗത്തിൽപ്പെട്ടവരും വസ്വാസുകൾ നൽകും, മനുഷ്യവർഗത്തിൽപ്പെട്ടവരും വസ്വാസ് നൽകും. അപ്പോൾ വസ്വാസ് അതായത് ജാഹിലിയത്ത് ആരൊക്കെ നൽകുന്നു? ഇബ്ലീസ് നൽകുന്നു, ജിന്ന് വർഗത്തിൽപ്പെട്ടവർ നൽകുന്നു, മനുഷ്യവർഗത്തിൽപ്പെട്ടവർ നൽകുന്നു. ഒരു കുഞ്ഞു എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്നത്തെ ആധുനിക ജാഹിലിയത്തിൽ പ്രധാനപ്പെട്ട ഒരു ജഹിലിയത്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മദ്രസയിലൊക്കെ വിട്ട് നല്ല നിസ്കാരക്കാരായി തലേ തുണിയൊക്കെ ഇട്ട് വളർത്തിക്കൊണ്ടുവന്നു. 10ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ കാണാം കൊച്ചു തലേ തുണി ഇടാൻ വിമുഖത, നമസ്കാരത്തിൽ ഇപ്പോൾ വേണ്ടത്ര ശ്രദ്ധയില്ല. എന്താ കാര്യം? വസ്വാസ് കയറി. ആരിലൂടെ? അധ്യാപകരിലൂടെ. എന്താണ് അധ്യാപകർ കയറ്റിയ വസ്വാസ്? നമ്മളെല്ലാം ഉണ്ടായത് കുരങ്ങിൽ നിന്നാണ്, ബയോളജി സാറ് പഠിപ്പിച്ചു. അങ്ങനെ 100 വിഖണ്ഡനവാദങ്ങളെല്ലാം പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആര്? അധ്യാപകൻ. അങ്ങനെ അധ്യാപകൻ തൻ്റെ നിരീശ്വരത്വത്തിലേക്ക് കുട്ടികളുടെ മനസ്സിനെ കൊണ്ടുപോകുന്നു. ഇതൊരു വസ്വാസാണ്, തീവ്രമായ വസ്വാസാണ്. ഇങ്ങനെ 100 കൂട്ടം ആധുനിക വസ്വാസുകളുണ്ട്. ഇനിയുമുണ്ട് വസ്വാസ്. ഇതെന്നറിയാമോ? നബി ലോകത്തെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആയിരുന്നു എന്ന ചിന്ത, അതൊരു വസ്വാസാണ്. നബി ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആയിരുന്നു എന്ന് നമ്മൾ പറയുകയാണ്. പ്രമുഖരായ പലരും അതുമായി ബന്ധപ്പെട്ട പുസ്തകം എഴുതുകയാണ്. ഇമ്പോർട്ടൻ്റ് പേഴ്സൺസുകളെല്ലാം പറയുന്നു നബി സോഷ്യലിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആധികാരികത ആർക്കാണ്? സോഷ്യലിസത്തിനാണ് ആധികാരികത. അതിൻ്റെ ഭാഗമായിരുന്നു നബി എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാന സോഴ്സും പ്രധാന പ്യൂരിഫൈഡ് ആയിട്ടുള്ള വേർഷൻ അത് സോഷ്യലിസമാണ്. നബി അതായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ്. എന്ന് പറഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിലെ നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ പല ദർശനങ്ങളും കടന്നുകൂടിയിട്ടുണ്ട്. ആ കടന്നുകൂടിയതിൽ പ്രമുഖ പങ്ക് വഹിച്ചിട്ടുള്ളത് പല രാഷ്ട്ര നേതാക്കന്മാരുമാണ്, ഇൻക്ലൂഡിങ് നെഹ്റു. അങ്ങനെ പല രാഷ്ട്ര നേതാക്കന്മാരും അല്ലെങ്കിൽ പല ദർശനങ്ങൾ, അവരവർക്ക് തോന്നിയ പല ദർശനങ്ങൾ അവർ പുസ്തക രൂപത്തിൽ എഴുതി വിട്ടിട്ടുണ്ട്. ടാഗോർ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹം എഴുതിവിട്ടു. അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹം എഴുതിവിട്ടു. ജവഹർലാൽ നെഹ്റു, അർണോൾഡ് ബി ടോയൻബി, ഇങ്ങനെ 100 കൂട്ടം ആൾക്കാർ, അതിൽപ്പെട്ട പല നിരീശ്വരവാദികളുമുണ്ട്. റിച്ചാർഡ് ഡോക്കിൻസ് അങ്ങേരും എഴുതിവിട്ടു. നാസ്തികനായ ദൈവം, അത് തർജ്ജമ ചെയ്ത് ഇവിടെ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിന് നിരക്കാത്ത, അതിൻ്റെ യഥാർത്ഥ ആശയങ്ങൾക്ക് വിരുദ്ധമായി ജനം പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ആശയാദർശനങ്ങളെയാണ് ഇവിടെ ഖുർആൻ ഉദ്ദേശിച്ച വസ്വാസ്. ആരിൽ നിന്ന് വരുന്ന വസ്വാസ്? മനുഷ്യവർഗത്തിൽ നിന്ന് വരുന്ന വസ്വാസ്. ആ വസ്വാസുകളുടെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ അച്ചടക്കത്തോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന, നമസ്കരിപ്പിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ഇട്ടിരിക്കുന്നു. ഈ കേരള തീരത്തുള്ള പ്രമുഖമായ ഇസ്ലാമിക വ്യവസ്ഥകൾ നയിച്ചു കൊണ്ടുപോകുന്നവരുടെ മക്കൾക്ക് വരെ അധ്യാപകർ ഈ അർത്ഥത്തിലുള്ള വസ്വാസുകൾ ഇട്ട് കൊടുക്കാറുണ്ട്. വസ്വാസുകൾ ഈ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൽ, മനുഷ്യവർഗത്തിൽപ്പെട്ടവരുടെ വസ്വാസുകൾ ഈ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് സിനിമയാണ്, പിന്നെ പുസ്തകങ്ങളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്താണ്? ഇതൊക്കെ ആധുനിക കാലഘട്ടത്തിൻ്റെ ജാഹിലിയത്തുകളാണ്. എന്താണ് ജാഹിലിയത്ത്? അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത, മനുഷ്യൻ ഇൻ്റലിജൻ്റ് ആകുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ വ്യവഹാര ദർശനങ്ങൾ ഒക്കെയും, അത് അള്ളാഹു അവൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്തത് എന്താണോ അതെല്ലാം ജാഹിലിയത്താണ്. അത് കാലഘട്ടത്തിൻ്റെ തേട്ടങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ പുതുതായി പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഖുർആൻ എന്താണ് പഠിപ്പിക്കുന്നത്? ഖുർആൻ
പിൽക്കാലത്താകട്ടെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താകട്ടെ, മധ്യകാലഘട്ടങ്ങളിലാകട്ടെ, ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാകട്ടെ, ഏതൊരു കാലഘട്ടത്തിൻ്റെയും ജഹിലിയത്തുകളെ വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഖുർആൻ. അതിനെന്ത് വേണം? ഖുർആനിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ധരിച്ചു വച്ചിരിക്കുന്ന ധാരണകളിൽ എന്തൊക്കെയാണ് നമുക്ക് അഭികാമ്യമല്ലാത്തത്, നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നിർഭാഗ്യവശാൽ നമ്മൾ പല ജഹിലിയത്തിൻ്റെ, അതായത് ദർശനങ്ങൾ സ്കൂളുകളിൽ പഠിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൽ മലയാളം ടെക്സ്റ്റ് ബുക്ക്, മലയാളം പ്രോസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കുണ്ട്. ഉദാഹരണമായിട്ട് 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ മലയാളം ഉണ്ട്. ഇനി നമ്മൾ 4ലും 5ലൊക്കെ എത്തുമ്പോൾ ഇംഗ്ലീഷ് വരും. അത് 6ലും 7ലും 8ലും ഒക്കെ എത്തുമ്പോൾ ഇംഗ്ലീഷിൽ അത് ഓരോ അധ്യായങ്ങളായി പ്രോസ്, പോയട്രികളായിട്ടൊക്കെ വരും. അപ്പോൾ ആ പ്രോസിനകത്തൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. എന്താണ്? ഓരോ പ്രധാനപ്പെട്ട കഥാകൃത്തുക്കളോ ലേഖകന്മാരോ അവരുടെ ദർശനങ്ങളാണ് അതിനകത്ത് എഴുതി വെക്കുന്നത്. സിലബസ് ബോർഡ് അവർക്ക് കൊള്ളാമെന്ന് തോന്നുന്നതെല്ലാം അവർ ഉൾപ്പെടുത്തും. അത് വളരെ വിശദമായി ആര് പഠിപ്പിക്കുന്നു? ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്നതെല്ലാം നമ്മുടെ മനസ്സിൽ കയറുക കുട്ടിക്കാലം. ഇനിയോ സിനിമാ സംവിധായകന്മാർ അവരുടെ മനസ്സിലുള്ള ദർശനം, അവരുടെ മനസ്സിലുള്ള ആശയങ്ങളെ സിനിമയിലൂടെ, വെള്ളിത്തിരയിലൂടെ നമ്മളിലേക്ക് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. കാതൽ എന്ന് പറഞ്ഞ സിനിമ, അതിലൂടെ എന്താണ്? ഈ ലെസ്ബിയന്മാരുടെ ദർശനങ്ങൾ ശരിയാണ്, അത് സമൂഹം അംഗീകരിക്കുന്നതാണ്, അത് സമൂഹത്തിൽ വ്യാപിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോ സിനിമകളും ആ സിനിമയുടെ സംവിധായകന്മാര് അവരുടെ ഐഡിയാസുകളെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ഉപാധികളായി, മാധ്യമങ്ങളായി കൊണ്ടു നടക്കുകയും അങ്ങനെ നമ്മളതിന് വിധേയമാകുമ്പോൾ അത് നമ്മൾ സ്വാംശീകരിക്കുകയും നമ്മളുടെ ധാരണകളായി അത് മാറുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇതെല്ലാം എന്താണ്? വസ്വാസുകളാണ്. ഈ വസ്വാസുകളെ ആ രൂപത്തിൽ തിരിച്ചറിയണമെങ്കിൽ യഥാർത്ഥ മാർഗദർശനം എന്ത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താ? വിശുദ്ധ ഖുർആൻ പറഞ്ഞ കണക്ക് നമസ്കാരം, നോമ്പ്, ഹജ്ജ് ഇതൊക്കെ ചെയ്തിട്ട് ജീവിത വ്യവഹാരങ്ങളിൽ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ കിട്ടിയ വസ്വാസുകളിലൂടെ, അത് സ്കൂളിൽ പഠിച്ചതാകട്ടെ, അധ്യാപകൻ പകർന്നു തന്നതാകട്ടെ, സിനിമയിലൂടെ കണ്ടതാകട്ടെ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ളതാകട്ടെ, നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതികളിൽ മുന്തി നിൽക്കുന്നതാകട്ടെ, അങ്ങനെ പല വിധേന നമ്മളെ സ്വാംശീകരിക്കപ്പെട്ട ഇത്തരം ജീവിത ദർശനങ്ങൾ കൊണ്ടു നടക്കുകയും എന്നാൽ 5 നേരം നിസ്കരിക്കുകയും ചെയ്യുന്നിടത്ത് നാം മുസ്ലിമായി എന്ന് തെറ്റിദ്ധരിക്കുന്നു. അഞ്ച് നേരത്ത് നമസ്കാരവും നോമ്പും മാത്രം, ഹജ്ജും ഒക്കെ മാത്രം അള്ളാഹുവിന് മതിയായിരുന്നു നമ്മളിൽ നിന്ന് എങ്കിൽ, എന്താണ് ഞാൻ പറഞ്ഞത്? 5 നേരത്തെ നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും മാത്രം നമ്മളിൽ നിന്നും അള്ളാഹു ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയ ഖുർആൻ? ഈ 114 അധ്യായങ്ങൾ എന്തിനാണ്? ഈ 114 അധ്യായങ്ങളിൽ തന്നെ നമസ്കാരത്തിൻ്റെ ഷർത്തും ഫർളും ഒന്നും വിവരിച്ചിട്ടില്ല. അത് വേറെ കാര്യം. അപ്പോൾ അതിനർത്ഥം എന്താ? നമസ്കാരത്തിൻ്റെ ഫർളും ഷർത്തും ഒന്നും ഖുർആൻ വിവരിച്ചു തന്നിട്ടില്ല. മറിച്ച് നീതി നിഷേധിക്കപ്പെട്ട ജൂതന് വേണ്ടി ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലേ? അന്ധനായിരുന്ന ഉമ്മു മക്തൂം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പ്രമാണിമാരെ ഇസ്ലാം പഠിപ്പിക്കുന്ന വ്യഗ്രതയിൽ അദ്ദേഹം കടന്നു വന്നാൽ അദ്ദേഹം സമൂഹത്തിലെ അവരുടെ ദൃഷ്ടിയിൽ ഏതാണ്? മക്കയിലെ മുശ്രിക്കുകളാകുന്ന പ്രമാണിമാരുടെ ദൃഷ്ടിയിൽ ഈ ഉമ്മു മക്തൂം ഒരു ഓരവൽക്കരിക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ട് അവരോട് ദീൻ പഠിപ്പിച്ചു കൊടുത്ത് അവരെ ദീനിലേക്ക് കൊണ്ടുവരാമെന്ന വലിയ ഉത്കടമായ ആഗ്രഹത്തോടുകൂടി നബി അവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉമ്മു മക്തൂം കടന്നു വന്നപ്പോൾ അവർക്ക് അവജ്ഞ ഉണ്ടാകുമല്ലോ. ആർക്കാണ്?
ഈ മക്ക മുശ്രിക്കുകൾക്ക് എന്തെങ്കിലും അരോചകത ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. അപ്പോൾ തന്നെ ഖുർആൻ ഇറങ്ങി നബിയെ വിമർശിച്ചുകൊണ്ട്. ഏകദേശം 12ഓളം ആയത്തുകൾ പാവപ്പെട്ടവൻ്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി. ഏത് അവകാശ സംരക്ഷണത്തിന് വേണ്ടി? ഓരോ വ്യക്തിക്കും അവൻ്റെ ആത്മാഭിമാനത്തെ നിലനിർത്താനുള്ള അവകാശത്തെ സംരക്ഷിച്ചുകൊണ്ട് 12 ആയത്താണ് ഖുർആനിൽ ഇറങ്ങി. അതാരെ വിമർശിച്ചുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ റസൂലിനെ വിമർശിച്ചുകൊണ്ട്. അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മഹോന്നതമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ അള്ളാഹുവിൻ്റെ റസൂലിനെ വിമർശിച്ചുകൊണ്ടാണ് ആയത്. അപ്പോൾ ഖുർആൻ എന്തിനു വേണ്ടി സംസാരിക്കുന്നു? അല്ലെങ്കിൽ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ദർശനം, അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് നാം പഠിച്ചെടുക്കേണ്ടത് എന്ത്? അതായത് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിനെ കുറിച്ചാണ്. അങ്ങനെ നമ്മൾ പഠിപ്പിക്കപ്പെടേണ്ടിടത്ത് നമ്മൾ വളരെ 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 ശുഷ്കമായതേ പഠിക്കുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ ഒരു കുട്ടിയെ നിങ്ങൾ എൻട്രൻസ് കോച്ചിങ്ങിന് വിടുകയാണ്. അപ്പോൾ എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഈ MBBSൻ്റെ എൻട്രൻസ് പരീക്ഷ എഴുതണം. അതിൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിന് ആ കുട്ടി ഭയങ്കര വീക്കാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ നമ്മൾ ട്യൂഷന് വിടുകയാണ്. എൻട്രൻസിന് വരുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം പഠിക്കാൻ വേണ്ടി നല്ലൊരു സ്ഥലത്ത് പറഞ്ഞു വിടുന്നു. അവിടെ ആ കെമിസ്ട്രിക്കകത്ത് ഒരു 15 ചാപ്റ്റർ ഉണ്ടെന്ന് വെക്കുക. ഈ 15 ചാപ്റ്റർ എങ്ങനെ പഠിക്കണം? വളരെ കൂലങ്കഷമായി തന്നെ പഠിക്കണം. അതിന് വിദഗ്ധരായ അധ്യാപകരുടെ കീഴിൽ നമ്മൾ കോച്ചിങ് കൊടുക്കുകയാണ്. തൽസ്ഥാനത്ത് നമ്മൾ ഈ 15 അധ്യായത്തിന് പകരം ഒരു അധ്യായം മാത്രം പഠിക്കുന്നു. അതും എങ്ങനത്തെ അധ്യാപകൻ? ഒട്ടും എഫിഷ്യൻ്റ് അല്ലാത്ത ഒരു അധ്യാപകൻ്റെ കീഴിൽ വെറും ഒരു അധ്യായം മാത്രം പഠിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷയ്ക്ക്, അതായത് എൻട്രൻസ് പരീക്ഷയ്ക്ക് ചെന്നാൽ നമ്മൾ പാസ്സാവുമോ? നമ്മളെ കുട്ടി പാസ്സാവില്ല. കാര്യം എന്താ? എഫിഷ്യൻ്റ് അല്ല. അതിനേക്കാൾ ഏറ്റവും വലിയ പ്രധാനം 15 ചാപ്റ്ററിൽ ആകപ്പാടെ കുട്ടി പഠിച്ചത് ഒരു ചാപ്റ്ററാണ് എന്നതുപോലെയാണ് നമ്മൾ ഖുർആനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് മുസ്ലിം ആകണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് ഖുർആൻ നിജപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ അത് 15 ചാപ്റ്ററിനോട് ഉപമിച്ചാൽ അതിൽ ഒരു ചാപ്റ്റർ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. മനസ്സിലായ? അപ്പോൾ എന്താണ് ഈ അള്ളാഹു ഖുർആനിനെ ഫുർഖാൻ എന്ന് വിളിക്കാനുള്ള കാര്യം? നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ അവിടെ സത്യത്തെയും അസത്യത്തെയും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അങ്ങനെ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന സാധനമാണ് ഖുർആൻ. ആ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് എന്ത്? റമദാൻ. അതുകൊണ്ടാണ് ഖുർആൻ റമദാനിൽ അവതരിപ്പിച്ചത് കൊണ്ടാണ് നേരത്തെ നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തിൻ്റെ തുടർച്ചയായിട്ട് ഇത് പറഞ്ഞത്. ഏതാ? ഫമൻ ഷഹിദ മിങ്കും, നിങ്ങളിൽ നിന്നും ആരെങ്കിലും ആ മാസം സന്നിഹിതരായാൽ നിങ്ങൾ എന്തിരിക്കണം? ഫൽ യംസും, എന്താണ്? നിങ്ങൾ എന്തെടുക്കണം? വ്രതമെടുക്കണം. അപ്പോൾ ഖുർആൻ അവതരിപ്പിച്ച മാസമായതുകൊണ്ടാണ് ഈ മാസത്തിൽ വ്രതമെടുക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചത്. ആര് ഈ മാസത്തിൽ സന്നിഹിതരാണോ എന്ന് പറഞ്ഞാൽ ആ മാസത്തിൽ പ്രവേശിക്കുന്നുവോ അല്ലേ, ആ മാസത്തിൽ നിങ്ങൾ എന്തനുഷ്ഠിക്കണം? വ്രതം അനുഷ്ഠിക്കണം എന്ന് ഖുർആൻ കൽപ്പിച്ചത് കൊണ്ടാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള, ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ നമ്മുടെ മാർഗദർശനമാണ്. എങ്ങനത്തെ മാർഗദർശനമാണ്? ബയ്യിനാത്ത്, അതായത് കംപ്ലീറ്റ് കാര്യവും വിവരിക്കപ്പെട്ടതാണ്. അത് ഖുർആൻ വേറെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാ കാര്യവും ഇതിനകത്ത് വിവരിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ വിവരിക്കപ്പെട്ടതാണ്. മാത്രമോ ഖുർആൻ തന്നെ ഖുർആനെ കുറിച്ച് പറഞ്ഞെന്താണ്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ശരിയായ പാതയാണ് അല്ലെങ്കിൽ മാർഗദർശനമാണ് ഖുർആൻ. മനസ്സിലായ? അതുകൊണ്ടാണ് അത് എങ്ങനെ ഉൾക്കൊള്ളണം
അതിനെ സമഗ്രമായി ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഖുർആനിനെ മനനം ചെയ്യാനും ഖുർആനിനെ ചിന്തിക്കാനും അങ്ങനെ ഖുർആനിന് സമ്പൂർണമായി വിധേയമാകുന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെയാണ് എന്ത് മുസ്ലിം വ്യക്തിത്വം എന്ന് പറയുന്നത്. അസ്ലമ, അള്ളാഹുവിന് സമ്പൂർണമായും അള്ളാഹുവിന് അനുസരണം, അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവനെ മാത്രം കീഴ്പ്പെടുന്ന അവസ്ഥ, ആ അവസ്ഥയിലേക്ക് വരുന്ന. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഖുർആനിലൂടെ തന്നെ സഞ്ചരിക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകളെ ശിരസ വഹിക്കാനും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറാനും അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വർണ്ണമായി മാറാൻ സിബഅത്തല്ലാഹ് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഇതാണ് അള്ളാഹുവിൻ്റെ വർണ്ണം. അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കാൻ ആരുണ്ട്? നിങ്ങൾ നോക്കൂ, ഒരു ഗ്ലാസ് പച്ചവെള്ളം ഇരിക്കുകയാണ്. ഒരു ഗ്ലാസ് പച്ചവെള്ളം, ഒരു കുപ്പി ഗ്ലാസ്സിനകത്ത് നമ്മൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാണ് പച്ചവെള്ളത്തിന് കളറില്ല. അപ്പോൾ നമ്മൾ പറയുമോ പച്ചവെള്ളത്തിന് നീല കളറാണ്, ചുമപ്പ് കളറാണെന്നൊന്നും പറയില്ല. കാര്യം എന്താ, അതിന് പ്രത്യേകിച്ച് കളറില്ല. പക്ഷെ നമ്മൾ അതിനകത്ത് ഒരു ഡ്രോപ്പ് ചുമന്ന മഷി ഒഴിച്ചു. അപ്പോൾ ആ ഒരു ഡ്രോപ്പ് മഷി ആ പച്ചവെള്ളത്തിൽ ഇങ്ങനെ വീണിട്ട് അതിങ്ങനെ പതുക്കെ ഹീമലൈസ്ഡായി താഴോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പറയുമോ ഈ വെള്ളത്തിൻ്റെ കളർ ചുമപ്പാണെന്ന്? പറയൂല. പിന്നെ ആ വെള്ളത്തിൻ്റെ കളർ ചുമപ്പാണെന്ന് പറയാൻ നമുക്ക് എപ്പോഴേ സാധിക്കത്തുള്ളൂ. നമ്മളൊരു ടീസ്പൂൺ എടുത്ത് ഈ ചുമന്ന കളറ് ആ വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക വിധത്തിൽ ആ വെള്ളം ഇങ്ങനെ കലക്കും. അങ്ങനെ കലക്കി കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തും ചുമന്ന കളറ് ആകും. അപ്പം ആ ഗ്ലാസ്സിൽ എത്രത്തോളം വെള്ളമുണ്ടോ ആ വെള്ളത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ചുമപ്പ് വർണ്ണം വരുമ്പോഴാണ് നാം പറയുന്നത് ഈ വെള്ളത്തിൻ്റെ കളർ ചുമപ്പാണ്. അതിനെ അങ്ങനെയാണ് ഖുർആൻ ഉപമിച്ചത്. അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കാൻ ആരുണ്ട്? വർണ്ണം സ്വീകരിക്കുക എന്ന് പറഞ്ഞാലോ അവൻ്റെ ജീവിത വ്യവഹാരങ്ങളിലുടനീളം അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് അല്ലെങ്കിൽ അവൻ്റെ മാർഗദർശനത്തിന് വിധേയമാകണം. എന്തിനാണ് അള്ളാഹു പ്രവാചകന്മാരുടെ ചരിത്രം ഉദ്ധരിക്കുന്നത്? ഇതിനാണ്. പ്രവാചകന്മാരുടെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഓരോ ജീവിത സന്ദർഭങ്ങളിലും പ്രവാചകന്മാർ എങ്ങനെ പെരുമാറി എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. ഓരോ ജീവിത സന്ദർഭങ്ങളിലും പ്രവാചകന്മാർ എങ്ങനെ പെരുമാറി എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. പ്രവാചകന്മാരുടെ അനുയായികളെ കുറിച്ചും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഖുർആന്റെ വർത്തമാനങ്ങളിൽ നല്ലൊരു ശതമാനവും ഖുർആനെ വിമർശിച്ചുകൊണ്ട് വിമർശിച്ചവരുടെ വിമർശനങ്ങളാണ്. ഉദാഹരണമായിട്ട് ഖുർആൻ പറയുന്നതാണ്, അവർ പറയുന്നു എന്താണ്, ഞങ്ങൾ ദ്രവിച്ച് എല്ലും തുരുമ്പുമായി മണ്ണോട് മണ്ണ് ചേർന്നിട്ട് ഞങ്ങൾ പുനർസൃഷ്ടിക്കപ്പെടുമോ? ഇത് ആരുടെ വാദമാണ്? ഖുർആനെ നിഷേധിക്കുന്നവരുടെ വാദമാണ്. ആ വാദം ഖുർആൻ ഉദ്ധരിക്കുക, അവരുടെ വാദം ഖുർആൻ ഉദ്ധരിക്കുകയാണ്. അങ്ങനെ ഉദ്ധരിച്ചിട്ട് ഖുർആൻ എന്താ പറയുന്നത്? അതിന് മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ഖുർആനെ എതിർക്കുന്നവരെ, ഖുർആനെ നിഷേധിക്കുന്നവരുടെ വാദമുഖങ്ങൾ വരെ ഖുർആനിൽ ഉദ്ധരിച്ച് അതിന് മറുപടി കൊടുക്കുമ്പോൾ അതങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? നമ്മളുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഈമാൻ കറകളഞ്ഞതാകണം, അവന് ആശങ്കകളും സന്ദേഹങ്ങളും ഉണ്ടാകരുത്. അപ്പോൾ ഒരു മനുഷ്യ മനസ്സിന് സംഭവിക്കാവുന്ന വിശ്വാസകാര്യങ്ങളിൽ സംഭവിക്കാവുന്ന ആശങ്കകളെയും സന്ദേഹങ്ങളെയും നിർമാർജനം ചെയ്തുകൊണ്ട് കറകളഞ്ഞ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഖുർആൻ സംസാരിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ അടുത്ത്. ഖുർആനിലുള്ള രംഗമാണ്. എന്താണ്? അള്ളാഹു നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? ഉടനെ അള്ളാഹ് തിരിച്ച് ഇബ്രാഹിം നബി അടുത്ത് ചോദിച്ചത് എന്തെന്നറിയാമോ? അപ്പോൾ ഇബ്രാഹിമെ നീ വിശ്വസിച്ചില്ല അല്ലേ? ഉടനെ ഇബ്രാഹിം നബി പറഞ്ഞത് എന്താ? അല്ല റബ്ബേ, എൻ്റെ മനസ്സിൻ്റെ ഒരു ഇളക്കം, അതിനെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്താ അവിടെ എന്തുവാണ് യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കുന്ന? മനസ്സിനുണ്ടാകുന്ന ആ ഒരു ഇളക്കം, ചാഞ്ചല്യം. ആ ചാഞ്ചല്യത്തെ ഖുർആൻ മനുഷ്യ മനസ്സിൻ്റെ ചാഞ്ചല്യത്തെ അള്ളാഹു പരിഗണിക്കുകയാണ്.
അങ്ങനെ പരിഗണിച്ചിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ് ഇബ്രാഹിം നബിക്ക് കൊടുക്കുന്ന മറുപടിയിലൂടെ. സുലൈമാൻ നബി അലൈഹിസ്സലാം കുതിരപ്പുറത്ത് വരുന്നു. അപ്പോൾ ഉറുമ്പുകൾ പറയുകയാണ് മറ്റുറുമ്പുകളോട്, ഇത് കണക്ക് സുലൈമാൻ വരുന്നുണ്ട്, നിങ്ങൾ മാറി നടക്കൂ. അലൈഹിസ്സലാം മാറി നടക്കൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിരക്കുളമ്പടികളിൽ കേട്ട് ചത്തുപോകുക. അങ്ങനെ ഉറുമ്പുകളുടെ സംസാരം ആര് കേൾക്കുകയാണ്? സുലൈമാൻ നബി അലൈഹിസ്സലാം കേൾക്കുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞ? അത് ഖുർആനകത്തുണ്ട്. എന്തിനാണത്? നമുക്ക് അത്തരത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾ, മൊബൈൽ അല്ലേ, ആധുനിക ഉപകരണങ്ങൾ, ആ രൂപത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. ഒരു 100 വർഷത്തിന് മുമ്പുള്ള ജനതയ്ക്ക് ഇതുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ മക്കളെ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ പറഞ്ഞു വിട്ടാൽ നമുക്ക് പണ്ടുള്ളത് കണക്ക് വിഷമമില്ല. കാര്യം അവർ വിമാനത്തിൽ ഇരിക്കുന്നത് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ ചെന്ന് ഇറങ്ങിയാൽ അവിടെ താമസിക്കുന്ന സ്ഥലം എല്ലാം അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ആ മീഡിയാസുകൾ, ആ ഉപകരണങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. അത് കാണുന്നത് കൊണ്ട് നമുക്ക് അവരുമായി വീട്ടിൽ നിന്ന് സന്തോഷിച്ചതുപോലെ തന്നെ സന്തോഷിക്കാം. പക്ഷേ സുലൈമാൻ നബി ഉറുമ്പിന്റെ വർത്തമാനം കേട്ടപ്പോൾ പറഞ്ഞതുപോലത്തെ മറുപടി പറയാൻ നാം ഖുർആനികമായി പ്രാപ്തരല്ല. എന്താ കാര്യം? ഖുർആൻ പഠിക്കാത്തതുകൊണ്ടാണ്. സുലൈമാൻ നബി എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ പഠിച്ചില്ല. ഇനി നോക്കൂ, യാക്കൂബ് നബി അലൈഹിസ്സലാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബിയെ ഈ സഹോദരന്മാർ കൊണ്ടുപോകാനായി പോകുമ്പോൾ, ആ കാടെല്ലാം കൊണ്ട് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോകാനായി പോകുമ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് വരുന്ന ആശങ്കകൾ, മാനസികാവസ്ഥ, അത് ഏതൊരു പിതാവിനും ഈ കാലത്ത് വരാവുന്ന സംഗതികളാണ്. പിന്നീട് ആ മകനെ കൊണ്ടുപോയി അറുത്തിട്ട് എന്നും പറഞ്ഞ് കൊണ്ടുവരുന്നു. അപ്പോഴൊക്കെ യാക്കൂബ് നബി അലൈഹിസ്സലാമിനുണ്ടാകുന്ന മനസ്സിൻ്റെ ആശങ്കകൾ, ഈ ആശങ്കകളെ ഖുർആൻ എന്തിനാണ് അഡ്രസ്സ് ചെയ്തത്? എന്തിനാണ് ആ സംഭവങ്ങൾ വിവരിക്കുന്നത്? മനുഷ്യ സഹജമായ അത്തരം സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ ഓരോ മനുഷ്യനും സംഭവിക്കാവുന്ന അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് വളരെ മനോഹരമായി ചിത്രീകരിച്ചു തരികയാണ് ഖുർആൻ. നമുക്ക് യാക്കൂബ് നബിക്കുണ്ടായിരുന്ന തവക്കൽ അത്തരം സന്ദർഭങ്ങളിൽ നമുക്കില്ല. എന്താ കാര്യം? ഖുർആനിൽ നിന്ന് നമ്മൾ ആ പാഠം പഠിച്ചിട്ടില്ല. എങ്ങനെ പഠിച്ചിട്ടില്ല? ഖുർആൻ എങ്ങനെയാണോ അത് വിവരിച്ചത് അതേപോലെ അത് പഠിച്ചിട്ടില്ല. ഖുർആൻ അത് എങ്ങനെയാണോ വിവരിച്ചതെന്ന് പറഞ്ഞാൽ ഖുർആനിലൂടെ അതിൻ്റെ ആശയം ഗ്രഹിച്ചുകൊണ്ട് തന്നെ പോകുമ്പോഴേ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരുത്തുള്ളൂ. അപ്പം നമ്മുടെ ഹൃദയത്തിനുണ്ടാകേണ്ട ഗുണവശങ്ങൾ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ന നിലയിൽ അവനുണ്ടാകേണ്ട മാനസികാവസ്ഥകളെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയുന്നതാണ് ഖുർആനിൻ്റെ വചനങ്ങളും വാക്കുകളും ഒക്കെ തന്നെ. അതിലൂടെ തന്നെ സഞ്ചരിക്കണം. അപ്പോൾ നമുക്ക് ആ മാനസികാവസ്ഥകളുണ്ടാവും. ഇങ്ങനെ ഖുർആനിൽ പല പ്രവാചകന്മാരെയും ഉദ്ധരിച്ചുകൊണ്ട്, ആ അനുയായികളെ ഉദ്ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു മുസ്ലിം വ്യക്തിത്വം ബിൽട്ടപ്പ് ചെയ്യാനാണ്. യൂനുസ് നബി അലൈഹിസ്സലാം താൻ പ്രബോധനം ചെയ്തിട്ട് ആ ജനത വിശ്വസിക്കുന്നില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ തന്നെ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പള്ളുമുക്കിൽ പ്രബോധനം ചെയ്തിട്ട് റെഡിയാവുന്നില്ല, ഇവന്മാരൊന്നും വിശ്വസിക്കുന്നില്ല, എന്നാൽ മയ്യനാടോട്ട് പോകാം എന്ന് വിചാരിച്ച് ഞാൻ മയ്യനാട് പോകുന്നത് പോലെ യൂനുസ് നബി അലൈഹിസ്സലാം അടുത്ത പ്രദേശത്തേക്ക് പ്രബോധനത്തിനായി പോകുകയാണ്. പക്ഷേ അതിനുവേണ്ടി ഈ ആശങ്ക ആരുമായി പങ്കുവച്ചില്ല, അള്ളാഹുമായി പങ്കുവച്ചില്ല, അള്ളാഹുവിൽ നിന്നുള്ള ഒരു അഭിപ്രായവും തേടിയില്ല. അദ്ദേഹം മറ്റൊരു പ്രദേശത്തേക്ക് പോവുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ മത്സ്യം വിഴുകുന്നു. മത്സ്യത്തിൻ്റെ വയറ്റിൽ മത്സ്യത്തിൻ്റെ നീലത്തിമിംഗലത്തിൻ്റെ കടിയൊന്നും കൊള്ളാതെ അതിൻ്റെ തൊണ്ടേ കൂടെ അങ്ങ് ഉള്ളിൽ ചെന്നപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാമിന് മനസ്സിലായി ഇതാ സംഗതിന്ന്. ഏതാ സംഗതിന്ന്? അള്ളാഹുവിൻ്റെ അടുത്ത് ഞാൻ ആലോചിച്ചില്ല, അള്ളാഹുവിനോടത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞില്ല, അപ്പോൾ ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം എന്താണ് യൂനുസ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്? മത്സ്യത്തിൻ്റെ ഇരുട്ടിലുണ്ട് ഫീ ലുലുമാത്തി അല്ലേ, ഖുർആൻ പറഞ്ഞാണ്. ആ ലുലുമാത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ തീർച്ചയായിട്ടും ളാലിമീങ്ങളിൽ പെട്ടുപോയി, ദുൽമ് ചെയ്തവരിൽ പെട്ടുപോയി. എന്താ ദുൽമ്? അവിടെ ചെയ്ത ദുൽമ് എന്താണ്? അള്ളാഹു പറഞ്ഞ കൽപ്പനയിൽ ചെറിയൊരു വ്യതിയാനം
നടത്തിയപ്പോൾ അത് അള്ളാഹുവുമായിട്ട് ആലോചിച്ചില്ല എന്നതാണ് അവിടുത്തെ ദുൽമ്. അല്ലാതെ യൂനുസ് നബി വലിയ പാപങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ ആ കൂരിരുട്ടുകൊണ്ട് യൂനുസ് നബി പറഞ്ഞ ആ സന്ദർഭം നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ ഖുർആനിലൂടെ സഞ്ചരിക്കണം. നമ്മൾ അത്തരം കുഞ്ഞു തെറ്റുകൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാതിരി യൂനുസ് നബി അലൈഹി സ്വലാം ഏത് പശ്ചാത്താപ വിവശതയോടുകൂടിയാണോ അള്ളാഹുവിൻ്റെ അടുത്ത് ഇത് പ്രാർത്ഥിച്ചത്, ആ രൂപത്തിൽ നമുക്കും പശ്ചാത്താപ വിവശതയോടുകൂടി പ്രാർത്ഥിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകാറുണ്ടോ? എന്താ കാര്യം? ഖുർആനിലൂടെ സഞ്ചരിക്കാത്തതുകൊണ്ടാണ്, ഈ കഥ ആ രൂപത്തിൽ പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പോഴേ ഖുർആന് 5 നേരം നിസ്കരിക്കാനും നോമ്പ് പിടിക്കാനും ഹജ്ജ് ചെയ്യാനും സക്കാത്ത് കൊടുക്കാനും മാത്രമുള്ളതല്ല എന്നും വിശുദ്ധ ഖുർആൻ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിലുടനീളം നാം പാലിക്കപ്പെടേണ്ട ചെറുതും വലുതുമായ ധാരാളം അവസ്ഥകളെ വിവരിച്ചു തന്ന് അത് നമ്മളെ പഠിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നതെന്നും അങ്ങനത്തെ ഖുർആൻ ഇറങ്ങിയ മാസം ഏതാണോ ആ മാസത്തിൽ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള കരുത്താർജിക്കാൻ വേണ്ടിയാണ് വ്രതം നിർബന്ധമാക്കിയത് എന്നാ അല്ലാഹു പറഞ്ഞു. നോക്കൂ, അതിനാണ് അള്ളാഹു ഖുർആൻ ഇറക്കി. ഖുർആൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമ്മളിതൊക്കെ ചെയ്യാതെ നേരത്തെ എൻട്രൻസ് കോച്ചിങ് നടത്തിയ കുട്ടിയുടെ കാര്യം ഓർമ്മയുണ്ടോ? 15 ചാപ്റ്റർ കെമിസ്ട്രിന്ന് മാത്രമുണ്ട്. ഒരു ചാപ്റ്ററും പഠിച്ച ആ കുട്ടി എവിടെ പോയി? പരീക്ഷയ്ക്ക് പോയാൽ തോറ്റ് തുന്നം പാടും. നമ്മൾ അതിനൊക്കെ പരലോകത്ത് ചെല്ലുമ്പോൾ തോറ്റ് തുന്നം പാടും. എന്താ കാര്യം? ഖുർആനിൽ ഇത്തരം കുഞ്ഞു കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ച് എന്നിട്ട് തോന്നിയ കണക്ക് ജീവിച്ചു. റമദാൻ മാസത്തിൽ 27 രാവിന് മൊത്തം ഉറക്കം ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഇസ്തിഗ്ഫാർ ചെയ്ത് പൊറുക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു കുഞ്ഞു തെറ്റാണ് യൂനുസ് നബി ചെയ്തത്. അപ്പോൾ കണ്ട, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മക്കത്തെയും പശ്ചിമേഷ്യയിലെ പല കാര്യങ്ങളും ഇത് ഓതി പൊട്ടി കരയാറുണ്ട്. എന്താ കാര്യം? അവരുടെ മനസ്സ് യൂനുസ് നബി ഉൾക്കൊണ്ട പശ്ചാത്താപത്തിലെ അവസ്ഥയിലേക്ക് അവരുടെ മനസ്സും വരുന്നു. അവരും അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെ ആ സന്ദർഭത്തിൽ ഓർക്കുന്നു. അങ്ങനെ ഓർത്തിട്ടാണ് അവർ ഗദ്ഗതപ്പെട്ട് പൊട്ടിക്കരയുന്നത്. നോക്കൂ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ബേസ് ഇതാണ്. ഫമൻ ഷഹിദ മിങ്കും ഷഹറ ഫൽയംസുഹ്. അവർ നോമ്പ് പിടിക്കണം. നോമ്പ് പിടിക്കുന്നത് പരിശീലനമാണ്. എന്താണ് പരിശീലനം? നോമ്പ് ഒരു പരിശീലനത്തിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് വിശപ്പ്. ആ വിശപ്പിനെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് നിയന്ത്രിക്കുന്നതിലൂടെ അവൻ എന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെ മറ്റ് വൈകാരിക വശങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു ഓബ്ജക്റ്റ് മാത്രമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് ഒന്നും കൊടുക്കുന്നില്ല എന്നതൊഴിച്ച് റമദാനിൽ സൂക്ഷിക്കാൻ പറഞ്ഞ ബാക്കി ഒരു കാര്യവും സൂക്ഷിക്കത്തില്ല. എന്താ കാര്യം? കണ്ണിന് വ്രതമുണ്ട്, ചിന്തയ്ക്ക് വ്രതമുണ്ട്, കൈക്ക് വ്രതമുണ്ട്. അങ്ങനെ ഓരോന്നും നബി എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹറാമായ ഒന്നും ആ രൂപത്തിൽ ചെയ്യരുത്. സമയമായെന്ന് തോന്നുന്നല്ലേ? എനിക്കൊരു ഫോൺ വരുന്നു. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ റമദാൻ അതിൻ്റെ രൂപത്തിൽ ചെയ്യണം. എങ്ങനെയാണ്? നമ്മുടെ ആമാശയത്തിന് മാത്രം ഭക്ഷണം കൊടുക്കാതിരിക്കുന്നിടത്ത് മാത്രമല്ല റമദാൻ. അതൊരു പ്രധാന വിഷയമാണ്. എന്താണ്? നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നതിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള പ്രഥമ കപ്പാസിറ്റി കിട്ടും. അതിനോടൊപ്പം ഈ പറഞ്ഞ നമ്മുടെ എല്ലാ ചിന്തകൾക്കും അവയവങ്ങൾക്കും അതിനെല്ലാം നമ്മൾ വ്രതം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് അരുതാത്തത് ചെയ്യരുത് എന്നുള്ളത്. അങ്ങനെ ഇബാദത്തുകളൊക്കെ തന്നെ പരിശീലനമാണ്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ മറ്റവസരങ്ങളിൽ പറയാം. റമദാനിലെ പരിശീലനത്തിലൂടെ ഒരു വ്യക്തി ആർജിക്കുന്ന ഗുണഗണങ്ങളുണ്ട്. നമസ്കാരത്തിലൂടെ ഒരു വ്യക്തി ആർജിക്കുന്ന ഗുണഗണങ്ങളുണ്ട്. ആ ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്താണ്? ശരീരമാണ്, മനസ്സാണ്, സാമൂഹിക ജീവിയാണ്. ആ അർത്ഥത്തിൽ 3 അർത്ഥത്തിലുമുള്ള ഗുണഗണങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി അള്ളാഹുമായിട്ടുള്ള അവൻ്റെ ബന്ധം
അള്ളാഹുമായിട്ടുള്ള അവൻ്റെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുക എന്നതുമുണ്ട്. അള്ളാഹുമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുക എന്നതുമുണ്ട്. ഏതാണ്? ഈ ഇബാദത്തുകൾ ചെയ്യുന്നതിലൂടെ. അപ്പോൾ അള്ളാഹു മനുഷ്യനുമായിട്ടുള്ള ബന്ധം, മനുഷ്യന് അവനോടുള്ള ബാധ്യതകൾ, മനുഷ്യന് ഇതര ജീവികളോടുള്ള ബാധ്യതകൾ, ഇങ്ങനെ എല്ലാ ബാധ്യതാ നിർവഹണത്തിലൂടെയും ഒരു മനുഷ്യനെ പെർഫെക്റ്റ് ആക്കാൻ കഴിയുന്നതാണ് ഇബാദത്തുകൾ. എങ്ങനെ ഒരു മനുഷ്യൻ പെർഫെക്റ്റ് ആകുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യന് അള്ളാഹുവോടുള്ള ബാധ്യതയുണ്ട്, ആ ബാധ്യത പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നതിലൂടെ. ആ ഒരു മനുഷ്യന് അവനോട് തന്നെ ബാധ്യതയുണ്ട്, അവൻ്റെ നഫ്സിനോട്, അവൻ്റെ ശരീരത്തോട് ബാധ്യതയുണ്ട്. ആ ബാധ്യതകൾ പൂർണ്ണമായി നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അവൻ്റെ സഹജീവികളോട് അവന് ബാധ്യതയുണ്ട്, ആ ബാധ്യതകൾ പൂർണ്ണമായി നിർവഹിക്കപ്പെടണം. അവൻ്റെ സാമൂഹിക ക്രമങ്ങളുണ്ട്, അവൻ സമൂഹത്തെ സൃഷ്ടിക്കുന്നത് അവനാണ്. അപ്പോൾ അവൻ്റേതായ പ്രവർത്തികൾ ആ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനും ബാധ്യതകൾ. ഇതെല്ലാം സമ്പൂർണ്ണമായി ചെയ്യപ്പെടുന്നതിന്, അല്ലെങ്കിൽ പെർഫെക്റ്റായി ചെയ്യപ്പെടുന്നതിന് ഇബാദത്തുകൾ കാരണമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കേണ്ട ആവശ്യകതയാണ്. ഖുർആൻ എന്താണ്, ആ ഖുർആൻ മനസ്സിലാക്കുക എന്ന പ്രോസസ്സിന് വേണ്ടി ആണ് നമ്മൾ വ്രതമനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് ഈ റംലാൻ മാസം എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൻ്റെ മാസമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് തീരുമാനമെടുക്കുക, ഞാൻ ഖുർആനിന് വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടി, അതെൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാകാൻ വേണ്ടി ഞാനതൊരു നിശ്ചിത അളവിൽ പഠിക്കും. അതിൻ്റെ ലഫ്ലുകൾ അറിഞ്ഞുകൂടാത്തവർ അങ്ങനെ ഓതാൻ പഠിക്കുന്നത് ഒരു ഭാഗമാകണം. അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കൽ അതിൻ്റെ ഒരു ഭാഗമാകണം. അങ്ങനെ ആശയങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ വ്യക്തിത്വത്തെ അതിന് വിധേയമാക്കുന്നത് ഒരു ഭാഗമാകണം. എൻ്റെ വ്യക്തിത്വം അതായി മാറണം. നമ്മുടെ വ്യക്തിത്വം അതായി മാറണം, അപ്പോഴേ നമ്മൾ വിജയിക്കത്തുള്ളൂ. അപ്പോൾ റമദാൻ എന്ന് പറയുന്ന മാസം അങ്ങനത്തെ ഒരുപാട് കർമ്മങ്ങൾ കൊണ്ട് പൂരിതമാകാൻ കഴിയണം. ഇത് മനസ്സിലാക്കൽ ഒരു പ്രധാന വിഷയമാണ്. എന്താണ് നമ്മൾ എന്തായി മാറണം, അത് ഖുർആനിലൂടെയാണ്. അതാണ് ഫുർഖാൻ എന്ന് ഞാൻ പറഞ്ഞത്. ജഹിലിയത്തുകൾ നമ്മളിലുള്ള എന്തൊക്കെ അത് മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ അപ്പോൾ നമ്മൾ ഈ ഒരു മാസം കൊണ്ട് അത് മൊത്തമായി തീരുക എന്നുള്ളതല്ല, ഈ മാസത്തിൽ നമ്മളതിന് തുടക്കം കുറിക്കുകയാണ്. റമദാൻ കഴിഞ്ഞ ഉടനെ അതിൻ്റെ കണ്ടിന്യൂഷനാണ്, പിന്നെ മരണം വരെ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ സംസ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. തസ്കിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇന്നലകൾ അല്ലെങ്കിൽ ഇന്നലകളിലുള്ള ദുൽമ് ഇന്നിലുണ്ടാവില്ല. അവൻ്റെ ഇന്നലകളേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും ഇന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, നമ്മളെ കഴിഞ്ഞ വർഷത്തെ റമദാൻ എന്താണോ, കഴിഞ്ഞ വർഷം നമ്മളെ റമദാൻ എങ്ങനെ കടന്നുപോയോ, അതിൻ്റെ അങ്ങേ വർഷത്തെ റമദാൻ എങ്ങനെയാണോ കടന്നുപോയത്, അങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ റമദാൻ കടന്നുപോയത്. മാറ്റങ്ങളേയില്ല. നമ്മളിപ്പോഴും ആ പഴയ അവസ്ഥയിൽ തന്നെയാണ്. നബി അങ്ങനെയല്ല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞ്, അവൻ്റെ ഓരോ ദിവസം കഴിയുന്നോറും അവന് പുതിയ പുതിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും. അതാണ് തസ്കിയ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ റമദാനിനെ കണ്ടിട്ട് നമ്മൾ ഖുർആനിനെ പഠിക്കാനുള്ള, ഖുർആനിനെ സ്വാംശീകരിക്കാനുള്ള, അതനുസരിച്ച് നമ്മളുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കാനുള്ള തീരുമാനം, അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കാനുള്ള തീരുമാനം എടുക്കണമെങ്കിൽ ഖുർആനിനെ സ്വാംശീകരിക്കേണ്ടതുപോലെ സ്വാംശീകരിക്കണം. അത് എവിടുന്നൊക്കെ കിട്ടും, അതെവിടുന്നൊക്കെയാണ് ആ വിജ്ഞാനം കിട്ടുന്നത് എന്ന് തേടി പിടിച്ച് പഠിച്ച്, നമ്മൾ സ്കൂളിൽ 10ാം ക്ലാസ് പാസ്സാവാൻ വേണ്ടി ഓരോ വിഷയത്തിനും, പ്രത്യേകിച്ച് നമ്മൾ വീക്കാവുന്ന വിഷയത്തിന് ഏറ്റവും നല്ല അധ്യാപകരെ തേടി ട്യൂഷന് പോകുന്നത് പോലെ ഖുർആനിക വിജ്ഞാനം എവിടെയാണോ നല്ലതുപോലെ കിട്ടുന്നത് അവിടെ നിന്ന് അത് ആർജിച്ച് അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാക്കുന്നതിൽ ഉള്ള തുടക്കമാണ് റമദാനിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകുന്നത് റമദാന് ശേഷം നിലനിർത്തലാണ്. അങ്ങനെ നിലനിർത്തി കഴിയുമ്പോഴാണ് നമുക്ക് മുസ്ലിമായി മരിച്ചു പോകാൻ കഴിയുന്നത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി എന്ന ഖുർആന്റെ അള്ളാഹുവിൻ്റെ ആ പ്രഖ്യാപനം കേട്ട് മരിക്കാൻ പറ്റത്തുള്ളൂ. അള്ളാഹു നമ്മൾ കേട്ടതും പറഞ്ഞതുമൊക്കെ അവൻ്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്ന അമലാക്കി മാറ്റുമാറാകട്ടെ. നമ്മളുടെ പരിശ്രമം, ഇത് ഹക്ക് ബോധ്യപ്പെടാൻ നമ്മുടെ ഖുർആന്റെ ആശയങ്ങൾ സഞ്ചരിക്കും. അപ്പോൾ നമുക്ക് ഈ പരിശ്രമം മനസ്സിലാവും. ആ
ആ പരിശ്രമം അവൻ്റെ മുമ്പിൽ കബൂലാക്കുന്ന ആമീൻ. വിധത്തിലാക്കുമാറാകട്ടെ. ഏറ്റവും നല്ല വിധത്തിൽ അവൻ്റെ ഖുർആനെ നമുക്ക് അവൻ ബോധ്യപ്പെടുത്തി ആമീൻ. തരുമാറാകട്ടെ. അതിനുവേണ്ടി നല്ല രൂപത്തിൽ പരിശ്രമിക്കാനുള്ള തൗഫീഖ് അല്ലാഹു ആമീൻ. പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.